بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അൻകബൂത്ത് 58 മുതൽ 60 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. والذين آمنوا وعملوا الصالحات. വാവിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് വാവിന്റെ ശബ്ദം വരുന്നത്. അത് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ഉവ എന്ന ശബ്ദം. ആമനു മദ് അൽ ബദൽ എന്ന ദീർഘമാണ്. ഹംസ ശേഷം അലിഫ്. ഹംസയെ ദീർഘിപ്പിക്കുകയാണ്. അതിന്റെ അസ്ല് അഅ്മനു എന്നായിരുന്നു. അഅ്മനു. അത് ഹംസയെ രണ്ടാമത്തെ ഹംസ അഅ്മനു എന്ന് പറയുമ്പോൾ അവിടെ സാക്കിനത്തായ ഒരു ഹംസ ഉണ്ട് രണ്ടാമതായി. ആ ഹംസയെ അലിഫാക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് ഇബ്ദാൽ എന്ന് പറയുക. അതുകൊണ്ടാണ് ഈ ദീർഘത്തിന് മദ്ദുൽ ബദൽ എന്ന് പേര് നൽകുന്നത്. ഇത് നമ്മുടെ റിവായത്തനുസരിച്ച് പ്രത്യേകിച്ച് ദീർഘം കൂടുതൽ നൽകേണ്ടതില്ല, മറിച്ച് 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം മാത്രമാണ് ഇവിടെ നൽകുക. പക്ഷേ നമ്മളത് ഇബ്ദാൽ അല്ലെങ്കിൽ മദ്ദുൽ ബദൽ എന്ന പേരിൽ അത് മനസ്സിലാക്കുകയും ഇബ്ദാലുമായി ബന്ധപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളൊക്കെ നമുക്ക് കടന്നു വരുന്നതുകൊണ്ട് അത് തൽക്കാലം അങ്ങനെ ഓർത്തു വെക്കുക. ഈ ദീർഘത്തിന്റെ പേർ മദ്ദുൽ ബദൽ എന്നതാണ്. ആമനു ദീർഘം ഹംസ ഇസ്തിഫാലിന്റെ ഹർഫിന് ആണ് എന്ന കാരണത്താൽ തർക്കീഖാണ്. ആമനു വഅമിലു. ആമനു എന്ന ദീർഘാക്ഷരം ശേഷം വാവ്. ഇവ പരസ്പരം ഇദ്ഗാം ചെയ്യുകയില്ല. ആമനു വഅമിലു എന്ന് പറയുകയില്ല. ഇത് നമുക്കറിയാവുന്ന അടിസ്ഥാന നിയമമാണ്. അപ്പോൾ ആമനു വഅമിലു ഐൻ വ്യക്തമാക്കി അതിന്റെ മഖ്റജ് എന്ന് ഉച്ചരിക്കുക. വഅമിലു അമിലു എന്നതിലെ ദീർഘാക്ഷരം ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി കളയുകയാണ്. വഅമിലു സ്വാലിഹാത്തി. ഇവിടെ 2 അലിഫുകൾ ഉണ്ട് ഈ പദത്തിൽ. ഒന്ന് സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫായതുകൊണ്ട് അതിന് തഫ്ഖീം നൽകണം, നമുക്കറിയാം. ആ സ്വാദിനെ ദീർഘിപ്പിക്കുന്ന അലിഫ്, ആ അലിഫിനും തഫ്ഖീമാണ്. എന്നാൽ അസ്സാലിഹാത്തി ഇസ്തിഫാലിന്റെ ഹർഫാണ് ഹ, അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫായതുകൊണ്ട് അലിഫിനും തർക്കീഖ്. അപ്പൊ 2 അലിഫുകൾ, ഒന്ന് തഫ്ഖീമിന്റേതാണ്, രണ്ടാമത്തേത് തർക്കീഖിന്റേത്. അപ്പോൾ സ്വാലിഹാത്തി ആ വ്യത്യാസം ശ്രദ്ധിക്കുക. ലനുബവ്വിഅന്നഹും വാവിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ലനുബവ്വി എന്ന് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവിനെ ഉച്ചരിക്കുക. ലനുബവ്വിഅന്നഹും നൂൻ മുശദ്ദദ മണിക്കണം. സാക്കിനത്താ മീം ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് ഒറ്റ മീമാക്കി മണിച്ചുച്ചരിക്കുക. ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുറഫ. മിൻ എന്ന സാക്കിനത്തായ നൂനിന്റെ സുക്കൂൻ ഫത്ഹ നൽകി തഹ്രീക്ക് എന്ന രീതി നൽകിക്കൊണ്ട് ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കുകയാണ്. മിനൽ എന്നാക്കി മാറ്റിയതാണ്. മിനൽ ജന്നതി നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഗുറഫ ഗൈന് റാ രണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഗൈനിന്റെ മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മേലെ അറ്റം, അതാണ് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ നാവിനോടടുത്ത് നിൽക്കുന്നതായ ആ ഭാഗം. അവിടെ നിന്ന് ഗൈൻ ഉച്ചരിക്കണം.
ഗുറഫ റാ തഫ്ഖീം ചെയ്യുക. ഗുറഫൻ ആ തൻവീനിന് ഇഖ്ഫ നൽകി, ഇഖ്ഫ ഹഖീഖി നൽകി, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഗുറഫൻ തജ്രി, ശേഷം താ ആണ് എന്ന കാരണത്താൽ ആ തൻവീനിലും തർക്കീഖ് ഉണ്ടായിരിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഗുറഫൻ തജ്രി, ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. തജ്രി മിൻ, അവിടെയും സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, വ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. മിൻ തഹ്തിഹൽ അൻഹാർ, തഹ്തിഹ എന്ന ദീർഘം ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണ്. അലിഫിനെ ഹദ്ഫ് ചെയ്യുക. അൽ അൻഹാർ സാക്കിനത്തായ നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹാ ഹൽഖിന്റെ അക്ഷരം വന്നിട്ടുണ്ട്. അൽ അൻഹാറു റായിന് തഫ്ഖീം കൊടുക്കണം. ഖാലിദീന ഫീഹ, ഖായിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ് ഖാ എന്നതുകൊണ്ട്. ഖാലിദീന ഫീഹ, ഫീഹ ഹ അതിലുള്ള ദീർഘം തർക്കീഖ് നൽകേണ്ടതാണ്. കാരണം ഹ ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. ഖാലിദീൻ എന്ന് പറയുമ്പോൾ ഖാ ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഇസ്തിഅലാന്റെ ഹർഫിനെ ദീർഘിപ്പിക്കുമ്പോൾ ദീർഘത്തിലും അലിഫിലും തഫ്ഖീം. എന്നാൽ നേർ വിപരീതമാണ് ഫീഹ എന്നതിലുള്ള ഹാഇന്റെ അവസ്ഥ. ഇസ്തിഫാലിന്റെ ഹർഫ് അതിനെ ദീർഘിപ്പിക്കുമ്പോൾ തർക്കീഖായ അവസ്ഥയാണ് അലിഫിലും ഉണ്ടാവുക. ഫീഹ നിഅമ അജ്റുൽ ആമിലീൻ, നിഅമ ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക അതിന്റെ മഖ്റജിൽ നിന്ന്. നിഅമ അജ്റു ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. റായിന് തഫ്ഖീം കൊടുക്കുക. അജ്റുൽ ആമിലീൻ അല്ലദീന സ്വബറു, റായികളൊക്കെ തഫ്ഖീം ചെയ്യുക. അജ്റു റാ അവിടെ ദമ്മുണ്ട്, ഇവിടെ സ്വബറു റായികളൊക്കെയും തഫ്ഖീമിൻ്റെതാണ്. സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ അക്ഷരം അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം, റായി വീണ്ടും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, യതവക്കലൂൻ താഇ കാഫ് മഹ്മൂസായ അക്ഷരങ്ങളാണ്, ശ്രദ്ധിക്കുക. യതവക്കലൂൻ. വകഅയ്യിൻ മിൻ ദാബ്ബ, വകഅയ്യിൻ വകഅയ്യിൻ പറയുന്നത് വക എല്ലാം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. തർക്കീഖ് ചെയ്യുക. വകഅയ്യിൻ സാക്കിനത്തായ നൂൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മീമിലേക്ക് പൂർണ്ണമായും നൂനിനെ ലയിപ്പിച്ച് മണിക്കണം. മീമിന് ശ്രദ്ധ നൽകണം. വകഅയ്യിൻ മിൻ ദാബ്ബ സാക്കിനത്തായ നൂൻ ശേഷം ദാൽ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ദാബ്ബ ഈ പദത്തിലെ അലിഫിന്റെ ദീർഘം മദ് ലാസിം മുസഖൽ കലിമി എന്നതാണ്. 6 ഹറക്കത്തിന്റെ അളവിൽ ഈ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉള്ളതുകൊണ്ടാണ് ലാസിമായ ദീർഘമായത്. ആ സ്ഥിരപ്പെട്ട സുക്കൂൻ നൽകപ്പെടുന്ന അക്ഷരമാകട്ടെ അതിന് ശ്രദ്ധ ഉള്ളതുകൊണ്ട് ആ ദീർഘത്തിന് ലാസിം മുസഖൽ എന്നുകൂടി പറയുന്നു. ഒരു പദത്തിലാണ് വന്നത് എന്നതുകൊണ്ട് കലിമി എന്നും പറയുന്നു. അപ്പോൾ മദ് ലാസിം മുസഖൽ കലിമി അല്ലെങ്കിൽ കലിമി മുസഖൽ എന്നൊക്കെയാണ് അതിന്റെ പൂർണ്ണനാമം. ദാബ്ബത്തിൻ ലാ തഹ്മിലു,
ദാബത്തിൻ, ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ഉച്ചരിക്കണം. കാമിൽ. ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ, ലാ തഹ്മിലു റിസ്ഖഹാ. റായിന് കസ്റ ഉള്ളതുകൊണ്ട് തർക്കീബ് ചെയ്ത് നേർപ്പിക്കുകയാണ് റായിനെ ചെയ്യേണ്ടത്. രി എന്ന ശബ്ദം റിസ്, റിസ് സായി വ്യക്തമാക്കി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ആ സായിന് സഫീർ എന്ന സിഫത്തുണ്ട്. കൂടാതെ അതിന് റഖാവത്ത് ആണ്, ലൂസാക്കി റിസ്, റിസ് എന്ന ശബ്ദം വരണം. റിസ്ഖ, ഖാഫിന് തഫ്ഖീം വരുന്നു, പൂർണ്ണമായ തഫ്ഖീം നൽകി ഖാഫിനെ ഉച്ചരിക്കുക. റിസ്ഖ എന്നതിലെ അലിഫ് വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് അലിഫ് ഉണ്ടാവുക. റിസ്ഖ എന്ന് അലിഫോട് കൂടി നിർത്തുക. ചേർത്ത് വായിക്കുമ്പോൾ ഇൽത്തിഖാഉ സാക്കിനിൻ പരിഹരിക്കാൻ വേണ്ടി ആ അലിഫിനെ കളയണം. അപ്പോൾ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ എന്നാണ് ചേർത്ത് വായിക്കുക. അല്ലാഹു ഇസ്മുൽ ജലാല, ഇതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അല്ലാഹു മഖ്റജിൽ മാറ്റമില്ല, ശ്രദ്ധിക്കുക. അൽ എന്നത് അൽ എന്ന് തഫ്ഖീം ചെയ്യുക. അല്ലാഹു യർസുഖുഹ, റാഇന് തഫ്ഖീം കൊടുക്കുക. സാക്കിനത്തായ റാ തൊട്ട് മുമ്പിൽ ഫത്ഹ. യർസുഖുഹ, ഖാഫിനും തഫ്ഖീം ഇസ്തിഅലാന്റെ അക്ഷരം. يرزقها وإياكم، يرزقها وإياكم وهو السميع العليم. ആയിനുകളെ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون وكأي من لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم.